സന്ധ്യയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് മുണങ്ങന്നൂർ എന്ന ഒരു ഗ്രാമം. ഈ മാസത്തിന്റെ അവസാന മിനിസ്ട്രിയാണ് ഈ വൈകിയവേളയിൽ ചെയ്യുന്നത്. നാളെ പാസ്റ്റേഴ്സ് മീറ്റിംഗോടെ വീണ്ടും അടുത്ത മാസം പകുതിയാകുമ്പോൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞങ്ങള് വേറെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ മാസം ഒരു ഗ്രാമത്തിൽ ട്രൈബൽസിന്റെ ഇടയിൽ ഞങ്ങൾ ചെയ്തതിന്റെ ബാലൻസ് ഉണ്ട്. ഏകദേശം 500ഓളം വീടുകൾ ബാലൻസ് ആയിട്ട് അവിടെ പോകാനായിട്ട് കടന്നു വന്നു. മഴയായിരുന്നു. മഴയത്ത് ലക്ഷ്യം തെറ്റി വേറൊരു സ്റ്റാൻഡിലേക്ക് വന്നിറങ്ങി. അതും ദൈവഹിതം. സുവിശേഷം എത്തപ്പെടാത്ത ഗ്രാമങ്ങൾ, കുഗ്രാമങ്ങൾ, വമ്പൻ മലകളാണ്. ഈ മലയ്ക്ക് ചുറ്റും ഗ്രാമങ്ങളുണ്ട്. ഇന്ന് മുണങ്ങന്നൂർ എന്ന ഈ ഗ്രാമത്തിൽ കർത്താവിന്റെ ഹിതം അതായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ മാസം പോയ ഗ്രാമത്തിലല്ല, ഈ മാസം പുതിയൊരു ഗ്രാമത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ അതുകൊണ്ട് വിജയകുമാർ, പാൽച്ചിന്നൻ, ഞാനും ഞങ്ങൾ 3 പേരായിട്ട് ഈ മുണങ്ങന്നൂർ എന്ന ഗ്രാമത്തിൽ ഇവിടെ 250 വീടുകളുണ്ട്. സെപ്പറേറ്റ് വീടുകളാണ്. നമ്മുടെ ഗ്രാമം പോലെ ഒരുമിച്ചുള്ള വീടല്ല, സെപ്പറേറ്റ് ആണ്. എങ്കിലും ആ പ്രിയപ്പെട്ടവരോട് ഈ വൈകിയവേളയിൽ കർത്താവിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ദൈവം അയച്ചിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് എതിർവശം, എനിക്ക് ഫ്രണ്ടിലായിട്ടുള്ളത് വലിയൊരു മലയാണ്. ആ മലയുടെ അടിവാരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിന്ന് സംസാരിപ്പാനിടയായിത്തീരുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഭാഗമെല്ലാം വമ്പൻ മലകളാണ്. അനുഗ്രഹമായ നല്ല ഒരു അന്തരീക്ഷം, നല്ല ഒരു ഓക്സിജനൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ്. പൊല്യൂഷനൊന്നുമില്ല. ഗ്രാമവാസികൾ സൈലന്റായ ഗ്രാമവാസികൾ. പക്ഷേ ദൈവം അവരുടെ ഉള്ളിലില്ല. യാഥാർത്ഥ്യമാകുന്ന കർത്താവായ യേശു എന്ന രക്ഷകൻ അവരുടെ ഉള്ളിലില്ല. അപ്പോൾ അങ്ങനെ ഒരു രക്ഷകനുണ്ട്, അങ്ങനെ ഒരു ദൈവമുണ്ട്. നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവമുണ്ട്. നമ്മെ കാണുന്ന കണ്ണുള്ള ഒരു ദൈവമുണ്ട്. നാം നിലവിളിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മോട് സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു ദൈവമുണ്ട്. നടക്കുവാനും പ്രവർത്തിപ്പാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. മിഥ്യാന്യ ദേവന്മാരല്ല നമ്മൾ ആരാധിക്കുന്ന നസ്രയനായ കർത്താവായ യേശു. അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവുമാണ്. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, വിലാപങ്ങളെ നൃത്തമായി മാറ്റുന്നവൻ, വിടുതലിന്റെ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ആ കർത്താവിന്റെ ദൂതുമായിട്ടാണ്, അവന്റെ ദൂതുവാഹകരായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ഈ മുണങ്ങന്നൂർ എന്ന ഗ്രാമത്തിലേക്ക് കടന്നു വന്നത്. വളരെ യാദർശികമായിട്ട് ദൈവം ഞങ്ങളെ അയച്ചതാണെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവസ്നേഹം എത്ര വലുതാണ് നോക്കുക. ഇവിടെ നിന്ന് കുറെ കൂടെ പോയാൽ കുറെ ഗ്രാമങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട ഗ്രാമങ്ങളിൽ നസ്രയനായ യേശുവിന്റെ സന്ദേശം തീർച്ചയായിട്ടും അറിയിക്കണം. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. കാലാന്ത്യത്തിൽ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുമ്പോൾ വേഗതയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് മുൻകാലങ്ങളിൽ പ്രവാചകന്മാരെ പ്രയോജനപ്പെടുത്തിയതുപോലെ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളെയും അറിയാത്ത മേഖലകളിൽ, ഞങ്ങൾ അറിയുന്നില്ല, ഈ ദേശം എങ്ങനെയുള്ളതാണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ സ്വർഗീയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഇവിടെ എത്തിച്ച ദൈവത്തിന് കോടാകോടി സ്തോത്രം അർപ്പിക്കുകയാണ്. സ്തോത്രമല്ലാതെ, സ്തുതികളല്ലാതെ, ദൈവത്തെ പുകഴ്ത്തുകയല്ലാതെ, ദൈവത്തെ വാഴ്ത്തുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാനില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ മുണങ്ങന്നൂരിലെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവനാമം ഉയരപ്പെടട്ടെ. സാത്താന്റെ കോട്ടകളെ തകർത്ത് ദൈവത്തിന്റെ നാമം ഉയർന്നിരിക്കട്ടെ. അന്നാളിൽ കർത്താവിന്റെ നാമം ഉയർന്നിരിക്കും. കർത്താവ് രാജാതി രാജാവായി രാജ്യത്വം സ്വീകരിക്കും. ഒരൊറ്റ രാജാവ് ഈ ഭൂമിയെ ഭരിക്കും. അവന്റെ പ്രജകളാകുന്ന നാം ആ രാജാവിന്റെ വരവിന്റെ സന്ദേശം ശക്തിയോടെ, ബലത്തോടെ,
ധൈര്യത്തോടെ ആത്മീക ചൈതന്യത്തോടെ അറിയിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. വരിക വരിക, വാങ്ങേ വാങ്ങേ ചോക്ലേറ്റ്. ഓ സീക്രമാ സീക്രമാ. ആരും വാങ്ങി വാങ്ങി വാങ്ങി. ഓടിയോ ഓടിയോ ഓടിയോ. കിടച്ചാ ചെല്ലിയാ. പേരെന്നാ അയ്യാ? എത്രാമത് പഠിക്കുന്നത്? 6ാമത്. வாங்கிக்கோ தம்பி வா. போன்ற கஷ்டங்கள் வந்தாலும் கனிவோடு உன்னை காத்திடவே சாக்லேட் வாங்கிடா. இயேசு அழைக்கிறார், இயேசு அழைக்கிறார். அவனை தம் கரங்களில் டாக்ஸ் வாங்க. டாக்ஸ் அழைக்கிறார். തീരാത വ്യാധിയെയും സ്കൂള് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരികയാണ്. ചോക്ലേറ്റ് അല്പമേ ഉള്ളൂ. തീരാത വ്യാധിയെയും സുഖമാക്ക വല്ലവരാ കാർമേഘമൂന്ന് വേണമാ ചോക്ലേറ്റ്? കനിവോടെ ഉன்னை കാത്തിടവേ യേശു അழைக்கிறார். அந்த இயேசு വലിയ മല, ഫോറസ്റ്റ് ആണ്. ആവാലായി ഉன்னை തം കരൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട യേശു അழைக்கிறார். നല്ല പച്ചപ്പ് നിറഞ്ഞ സ്തോത്രം ദൈവത്തിന്. ആറുതൽ ഗുണകാളിപ്പാർ എത്തുന്ന നേരത്തിലും ആറുതൽ ഗുണകാളിപ്പാർ ஆவலை உன்னை தம் கரங்களில் இயேசு அழைக்கிறார். அந்த இயேசு அழைக்கிறார். ஆவலை உன்னை தம் கரங்களில் இயேசு அழைக்கிறார். இயேசு அழைக்கிறார். அந்த இயேசு அழைக்கிறார். ஆவாலை உன்னை தம் கரங்களில் ചോക്ലേറ്റ് കിടച്ചാ? வருத்தப்பட்டு பார சுமக்கிறவர்களே, நீங்கள் எல்லோரும் என்னிடத்தில் வாருங்கள், நான் உங்களுக்கு இளைப்பாறுதல் தருகிறேன் என்று இயேசு இந்த நொணங்கனூர் மக்களை அழைக்கிறார். அருமையான தேவப்பிள்ளைகளே, இந்த சத்தத்தை கேட்கிற அருமையான தேவப்பிள்ளைகளே, ஆண்டவராக இயேசு கிறிஸ்து உங்களை நேசிக்கிறார், உங்கள் கிராமத்தை நேசிக்கிறார். உங்களை ஆண்டவர் நேசித்தபடினாலே இந்த இயேசு உங்களை சந்திக்க வல்லமையுள்ளவராக இருக்கிறார். அந்த இயேசு உங்களை ஆசீர்வதிக்கிறவர்.